ബംഗളൂരു കഫേ സ്ഫോടനത്തിൽ പ്രതി എന്ന് സംശയിക്കുന്നയാളുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ദൃശ്യങ്ങളിൽ ഉള്ളയാൾക്ക് 30 വയസ്സോളം പ്രായം തോന്നിക്കും. കണ്ണട വെച്ച് തൊപ്പി ധരിച്ചാണ് എത്തിയത്. സ്ഫോടനത്തിലെ ചുരുളഴിക്കാൻ NIAയും IBയും എത്തുന്നു. സ്ഫോടക വസ്തു ടൈമർ ഉപയോഗിച്ചാണ് നിയന്ത്രിച്ചത് എന്നാണ് സംശയം. അതേസമയം സുരക്ഷ വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക്. നഗരത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി KB ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ശ്രീധരൻ? മോത്തി, ഇപ്പോൾ പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഈ കാണുന്ന കെട്ടിടത്തിലെ ഈ CCTV ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാം, ഇയാൾ തൊപ്പി ധരിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 30 വയസ്സോളം പ്രായമുള്ള വ്യക്തിയാണ്. ഇതുകൂടാതെ കണ്ണട വെച്ചിട്ടുണ്ട്. അതിൽ ചില ആംഗിളുകൾ നോക്കിയാൽ കൃത്യമായി അയാളുടെ മുഖം വ്യക്തമാകുന്ന തരത്തിലുള്ള ചില ആംഗിളുകളും ഈ CCTV ക്യാമറയിൽ, ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണാം. ഇന്നലെ തന്നെ ഏതാണ്ട് 30 വയസ്സ് പ്രായമുള്ള ആളാണ് പ്രതി എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ വിവരങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. ഇത് രാമേശ്വരം കഫേയുടെ തൊട്ട് തന്നെയുള്ള കെട്ടിടത്തിൽ നിന്നുള്ള, സ്ഥാപനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും പ്രതിയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ ഒരാളെ ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അത് ഇയാളാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നിലവിൽ ഈ സ്ഫോടനം സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനം, അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ച് ആണ് ഈ സ്ഫോടനം നടത്തിയതെന്നുള്ളത്. മുൻപ് കർണാടകയിലുണ്ടായ മംഗളൂരുവിലും ശിവമോഗയിലൊക്കെ ഉണ്ടായിട്ടുള്ള ആ സ്ഫോടനത്തിൻ്റെ അതേ രീതിയിലുള്ള ഓപ്പറേഷനാണ് ഇതിലും ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ പ്രതിയിലേക്ക് പോലീസ് കൂടുതൽ അടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ ഉള്ള ഒരു കഴിയുന്നത്. ഏതായാലും ഇതിന് തീവ്രവാദ ബന്ധം